ഹായ് ഓൾ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈയിടെയായിട്ട് നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന വീഡിയോസിലാണെങ്കിലും എല്ലാം നമ്മൾ ഒരുപാട് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഡൊമസ്റ്റിക് വയലൻസ്. UK-യിലാണെങ്കിൽ അത് ദിനം ദിനം അത് കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളും ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. കാരണം കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു. അവൻ്റെ ഒരു ഫ്രണ്ട് ബാൻസ്ലിയിലുള്ളതാണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ കൂടെ ദുബൈയിൽ വർക്ക് ചെയ്തതാണ്. പുള്ളിക്കാരൻ എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയടാ ഇങ്ങനൊരു വീഡിയോ ചെയ്യണേ. പുള്ളിക്കാരൻ ഇതുപോലെ വൈഫും ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടായി, പ്രശ്നമായി, പോലീസിൽ കേസായി. പുള്ളിക്കാരനെ 1 മാസത്തേക്ക് ജയിലിൽ അടച്ചു. അതിനുശേഷം തിരിച്ച് പുള്ളിക്കാരനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പം കണ്ടീഷൻ ഇതായിരുന്നു, സ്വന്തം വീട്ടിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ 7 അയലത്ത് പോലും പോകാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യണമെന്ന് അവൻ എന്നോട് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല. കാരണം നമ്മൾ പ്രശ്നമില്ലാത്ത വീടുകളുണ്ടോ? നല്ല അത്യാവശ്യം ഒരു കുടുംബമാകുമ്പോൾ എല്ലായിടവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ചെറിയ സംസാരത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ശബ്ദം ഉണ്ടായിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടായതായിരിക്കുമെന്ന്. അത് മദ്യത്തിൻ്റെ പുറത്താണെന്നായിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞു. മദ്യത്തിൻ്റെ പുറത്ത് ഉണ്ടായ പ്രശ്നമാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എന്നും നമ്മൾ വാർത്തകളിലായാലും മറ്റു രീതിയിലായാലും ഇന്ത്യൻസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ മലയാളികളുടെ ഇടയ്ക്ക് അതിശക്തമായ രീതിയിൽ കുടുംബ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുള്ള വാർത്തയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ സന്തോഷമൊക്കെ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ലല്ലോ. അപ്പം ഈ പ്രത്യേകിച്ച് ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് അതിശക്തമായ നിയമമാണ്. ഈ മറ്റുള്ള കാര്യങ്ങൾക്ക് നിയമങ്ങൾ വലുതല്ലെങ്കിലും ഇതുപോലുള്ള ട്രാഫിക് വയലൻസും പിന്നെ ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ ഭയങ്കര നിയമങ്ങളാണ്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ വീഡിയോ ഇന്ന് തന്നെ ചെയ്യാൻ തീരുമാനിച്ചത് മീൻസ് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു പ്രശ്നം പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഒരാവശ്യമായിട്ട് അവൻ എന്നെ വിളിച്ചു. അപ്പോൾ അത് കുറച്ച് സാമ്പത്തിക കാര്യമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ ഇതേ പ്രശ്നത്തിലാണ്, കുടുംബ വഴക്കാണ്. പുള്ളിക്കാരൻ മദ്യപിച്ചു, കഞ്ചാവ് മേടിച്ച് 3 പിള്ളേരുണ്ടെന്നാണ് പറഞ്ഞു. 3 പിള്ളേരൊക്കെ ഉണ്ടായി, നോക്കത്തുമില്ല, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. ലെസ്റ്ററിലാണ് അവർ താമസിക്കുന്നതെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വീഡിയോ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തും പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രശ്നങ്ങളില്ലാത്ത ഫാമിലി, മലയാളികളാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാത്ത ഫാമിലികൾ അപൂർവമായിരിക്കും. എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വല്ലപ്പോഴെങ്കിലും പറഞ്ഞിരിക്കും. നാട്ടിലൊക്കെ ആകുമ്പോൾ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ആ ഒരു രീതിയിൽ അങ്ങ് പോകും. അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഫാമിലിക്കാരും കുറച്ച് ആൾക്കാരും ഒക്കെ ഏറ്റെടുത്ത് എങ്ങനെയൊക്കെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്ന് സംസാരിക്കും, തീർപ്പാക്കി വിടും. അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അതും അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റായിട്ട് കോടതിയിലോട്ട് പോകുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമല്ലല്ലോ. ഇവിടെ ഡയറക്റ്റ് ഇങ്ങനെ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അന്നേരം ആദ്യമേ 2 പേരും 2ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം കുട്ടികളുടെ കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കണം, കുട്ടികളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ യാദൃശ്ചികമായിട്ട് നമ്മൾ പെട്ടെന്ന് വയലന്റ് ആയി പോകുന്നതാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോകും. സൗണ്ടായി പോലെ വളരെ സ്ട്രെസ്സിലേക്കൂടെയാണ് നമ്മൾ ഓരോ ദിവസം കടന്നു പോകുന്നത്. കാരണം നമ്മൾ ഡ്യൂട്ടിക്ക് പോകണം, ഫാമിലി കൺട്രോൾ ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ് ആവാത്തവരും ഷോർട്ട് ടെമ്പേർഡ് ആയി പോകും. അതേ രീതിയിലുള്ള കുരുത്തക്കേടുകളായിരിക്കും പിള്ളേരൊക്കെ കാണിക്കുന്നത്. അവിടെ ആണെങ്കിൽ നമുക്ക് അടിക്കാനും പറ്റത്തില്ലല്ലോ. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നാട്ടിലൊക്കെ വെച്ച് 2 കൊടുത്തോണ്ടിരുന്നത്, ഇവിടെ വന്നപ്പോൾ അടിക്കാനും പറ്റാതായപ്പോഴത്തേക്ക് അവർ രാജാക്കന്മാരാന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അപ്പം നമുക്കതൊന്നും ചെയ്യാൻ പറ്റുമോ? അതും ഇല്ല. അതേ ഒരു അവസ്ഥയാണ് ഇപ്പം. അപ്പൊ ഇവരുടെ കരച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പുറത്ത് കേട്ടാലും നമ്മൾ ചിലപ്പോൾ ചുമ്മാതെ ഒന്ന് വഴക്ക് പറയുന്നതായിരിക്കും. ചുമ്മാതെ അടി കിട്ടിയില്ലെങ്കിലും അടിച്ചില്ലെങ്കിലും ചുമ്മാ ഒന്ന് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും പിള്ളേർ കിടന്ന് കരയും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരയും. അപ്പോഴാണെന്നുണ്ടെങ്കിലും ആരെങ്കിലും ഒരു സൗണ്ട് കേട്ടിട്ട് ആരെങ്കിലും വഴി കൂടെ പോകുന്നൊരു കംപ്ലൈൻറ്റ് ചെയ്താലും നമ്മൾ പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ പാലിക്കുക. നമ്മളും കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ പാർട്ട്നേഴ്സ് തന്നെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അത് പിള്ളേർ തന്നെ അറിഞ്ഞാൽ തന്നെ അതുവർ പുറത്ത് പോയി പറയാനും മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനെ പുറത്ത് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും എല്ലാം വന്നിട്ടുണ്ട്. അതൊരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് അത് മാറും തോന്നുന്നല്ലേ? ഒരുപാട് കുറഞ്ഞു വരും. പിന്നെ തീർച്ചയായിട്ടും എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം 2 പേര് നമ്മൾ താമസിക്കുമ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരാൾ ടയേർഡ് ആവുമ്പം അവർക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മറ്റുള്ള കൂടുള്ള പാർട്ണർ മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അതിരൂക്ഷമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് അത് പുറത്തു പോകാനും ആ സൗണ്ട് കൂടി പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒന്ന് മദ്യപാനം.
മദ്യപാനത്തിലൂടെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അത് ഇവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അത്. അപ്പൊ ഇവിടെ ഒരു കൺട്രോൾ ഇല്ലാതെ കിട്ടുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അതൊക്കെ കുറച്ച് കുറയ്ക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നൊന്ന് രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം. ഒന്ന് ഭർത്താവ് ഭാര്യയുടെ വീട്ടുകാരെ കുറ്റം പറയും, ഭാര്യ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറ്റം പറയും. അത് രണ്ടുപേർക്കും ഇഷ്ടമില്ലാതാവും. മാക്സിമം അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പകുതി ഒഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം മാക്സിമം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാതിരിക്കുക. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. അത്രയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ വ്യത്യാസങ്ങൾ വരും. നമ്മൾ ഇത്ര എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്നത് കേട്ടോ, ഇതൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ പൂർണ്ണരാണ് നല്ലതാണെന്നൊന്നും നമ്മൾ പറയുന്നത്, നമ്മളിതെല്ലാം കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. ഇപ്പോഴും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കം ഉണ്ടാകുന്ന സമയങ്ങളുണ്ടാവും. പിണക്കം ഇല്ലാതിരിക്കുന്ന സാധനങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതങ്ങളില്ല. പ്രശ്നങ്ങളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതെ, തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവണം. പക്ഷെ അത് കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു ബാധ്യത നമുക്കും കൂടി ഉണ്ട്. അപ്പൊ അത് എങ്ങനെയെങ്കിലും അത് ഒതുക്കി തീർക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ കുട്ടികളൊക്കെ ആണെങ്കിലും ശരി, എവിടെയെങ്കിലും പോയി പുറത്ത് പോയി പറഞ്ഞാൽ, സ്കൂളിൽ പോയി പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അതൊരു എന്താ പറയുക, അവർ പോയി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പോലീസ് കേസ് ആവാനും. ഞങ്ങളുടെ മോനാണെന്നുണ്ടെങ്കിലും അവന്റെ ദേഹത്ത് ഒരു പാട് വീണ ഒരു ഞാൻ ആദ്യം വേറൊരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഒരു ദേഹത്തൊരു പാട് വീണിരുന്ന സമയത്ത് ആ ടീച്ചർ എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാ പാട് വീണേന്ന്. സത്യത്തിൽ അവൻ എവിടെയോ മറിഞ്ഞു വീഴിയോ അങ്ങനെ ചെയ്ത് അങ്ങനെ പാടായതാണ്. അപ്പൊ എന്നോട് ചോദിച്ചായിരുന്നു അത് എങ്ങനെ പാട് വീണെന്ന്. അപ്പൊ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ദേഹത്ത് പാട് വീഴി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ ചുമ്മാതെ വിളിച്ച് എന്തോ കുശലം ചോദിക്കുന്ന മാതിരി ചോദിക്കുമ്പോൾ പിള്ളേർ പറഞ്ഞാലും മതി, എന്നെ വീട്ടിൽ അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ വീട്ടിൽ വഴക്ക് പറയുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ നമ്മൾ പെടും. വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ജയിലിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പുമായിട്ട് ഇരിക്കുക. അതാണ് ഇവിടുത്തെ നിയമം. മക്കളമാരെ അടിക്കാന്നുള്ളത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയുകയും ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പേരൻസിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഭീഷണിപ്പെടുത്താനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പൊ നമ്മൾ കരുതലോടിരിക്കുക, അതേ ചെയ്യാൻ പറ്റുന്ന മാർഗമുള്ളൂ. മാക്സിമം നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഇവിടെ ഒരു വലിയ പ്രശ്നമല്ല. കാരണം എത്രയോ ലക്ഷം ആൾക്കാർ ഇവിടെ വന്ന് കിടക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്ത് സംഭവിക്കുക, ഒരുപാട് വീഡിയോസ് ഇപ്പം UK വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഭർത്താവിനെ പോലീസ് കൊണ്ടുപോകുന്നു, കരഞ്ഞോണ്ട് പോകേണ്ടി വരുന്നു. ഇതിനിടയിൽ സ്ട്രഗിൾ ചെയ്യുന്ന പിള്ളേരും ഉണ്ട്. അപ്പൊ നമ്മളെങ്ങനെയും ഈ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക, അതാണ് പറയാനുള്ളത്. ഇപ്പോഴാണെങ്കിൽ നാട്ടിലെ കാര്യം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലക്ഷക്കണക്കിന് മലയാളികൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊരു വാർഡിൽ ഏകദേശം 1250 വീടോ അങ്ങനെ അത്രയും കണ്ടൊക്കെയാണ് ഉള്ളതെന്ന് തോന്നുന്നു. 1250 വോട്ടും 1300 വോട്ട് 1500 വോട്ടൊക്കെയാണ് ഒരു വാർഡിലുള്ളത്. 1500 അല്ലെങ്കിൽ 2000 വോട്ടിൻ്റെ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വാർഡിലുള്ള പ്രശ്നങ്ങളൊന്നും ആലോചിക്കുക. എത്ര ഡൈവോഴ്സ് നടക്കുന്നു, എത്ര കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എത്ര അതിരി പ്രശ്നം നടക്കുന്നുണ്ട്, എത്ര മറ്റുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതെല്ലാം മലയാളികളുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ജീവിച്ച് ഇവിടെ കയറി വന്നതാണ്. അപ്പം കുറേയൊക്കെ നമ്മുടെ ജീവനകത്ത് ഉണ്ടായിട്ടുണ്ട്. കുറേ നമ്മളിങ്ങനെ പറയുന്നുള്ളൂ. അപ്പം മാക്സിമം നമ്മൾ ഇവിടുത്തെ നിയമങ്ങളെ മുമ്പിൽ കാണുക. ഇങ്ങനെ വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഈ ഒരു നിയമങ്ങൾ ഭയങ്കര കർശനായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അതിൻ്റെതായ രീതിയിൽ നമ്മൾ സൂക്ഷിക്കുക. PR കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ നോക്കുക, നമ്മളെ നോക്കുക. മാക്സിമം ശബ്ദങ്ങൾ കുറയ്ക്കുക. ഞങ്ങളായാലും ഇടയ്ക്കിടയ്ക്ക് ശബ്ദം ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. നമ്മൾ മാന്യമൊന്നും അല്ല, അത് നമ്മൾ മുമ്പേ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം പിള്ളേർ ഇവിടെ നിന്ന് കരയുമ്പോൾ തന്നെ താഴെ കേൾക്കാൻ സൗണ്ട്. അപ്പൊ പിള്ളേർ കരയുന്നതിന് ഇപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സത്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അവർ മാക്സിമം കരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല, നാട്ടിൽ അതിന് 2 കൊടുക്കുക. ഇപ്പൊ അവർ പറയുന്നത് അത് നിർബന്ധം. എൻ്റെ മോനാണെങ്കിൽ ഭയങ്കര നിർബന്ധം. ഒരു സാധനം കണ്ട അന്നേരം വേണം. അതാവും വേണമെന്നില്ല. അത് കിട്ടുന്നവരെ വഴക്കാണ്. നമുക്ക് അടിക്കാനോ പിടിക്കാനോ പറ്റാത്തതുകൊണ്ട് മേടിച്ചു കൊടുക്കുക എന്നല്ലാതെ വേറെ എന്താ നിവൃത്തിയുള്ളത്? അവർക്ക് അത് കിട്ടുമ്പോൾ അവൻക്കറിയും. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ജീവിച്ചു പോകാം. ഇവിടുത്തെ നിയമങ്ങൾ നമ്മളിവിടെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമങ്ങളെ പാലിക്കും. അപ്പൊ ഈ പാർട്ണറായിട്ടിരിക്കുന്ന ആളെന്ന് പറയുന്നത് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രഷർ കൂടുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുന്നത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ ഇതായിപ്പോവും. രണ്ടുപേരുടെ സംസാരിക്കുമ്പോഴാണ് അത് വലിയൊരു വഴക്കാണ്. അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വഴക്കുണ്ട്, പെണ്ണുമ്പോൾ വഴക്കുണ്ടാക്കൊണ്ട് വരാൻ എന്ത് ചെയ്യാം? നമുക്ക് ഷോപ്പിങ്ങിന് പോയാലും ചോദിച്ചാൽ അത് പ്രശ്നം ഒഴിവാകും. അതെ, എന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. എന്തെങ്കിലും വഴക്കുണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവിടെ തീരും.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡൈവേർട്ട് ചെയ്ത് വിടുക, അങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ചെയ്യുക. അല്ല, ഇവിടെ ഞങ്ങളിപ്പോ വന്നിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ചുറ്റുപാടിൽ ഞങ്ങളുടെ ഈ ഒരു കൗണ്ടിയിൽ അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞങ്ങൾ അറിവുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ന്യൂസിലൂടെ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് കിടക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഫാമിലിയും നാട്ടുകാരും ഒക്കെ, നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നമ്മുടെ നാട്ടിലാണുള്ളത് അല്ലേ. നമുക്ക് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചുരുക്കം കുറച്ച് ആൾക്കാരെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബമായിട്ട് വളരെ സന്തോഷത്തോടെ പോവുക. കുറച്ച് നാളത്തെ ജീവിതമേ ഉള്ളൂ. എപ്പോഴാണ് നമ്മളൊരാൾ നഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് പോലും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, വഴക്കുകൾ ഒഴിവാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ റേറ്റ് ഗ്രാഫ് ഒരുപാട് കൂടുതലാണ്. ഇങ്ങനെ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഗ്രാഫ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങളുടെ അനുഭവങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.